സുഹൃത്തുക്കളെ, നമുക്കിന്ന് കോളിഫ്ലവർ പൊരിച്ചാലാ? അടിപൊളിയായിട്ട് നമുക്കൊന്ന് പൊരിച്ചു നോക്കാം. നമുക്കത് പിച്ചാത്തി വെച്ച് മുറിച്ച് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് അത് നമുക്ക് കൊച്ചു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് നമ്മൾ നല്ലോണം വെള്ളത്തിൽ കഴുകണം കേട്ടോ. നല്ലോണം കഴുകിയേ ഇതെടുക്കാവൂ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഇത്തിരി ചൂടുവെള്ളത്തിൽ വെന്ത് പോകാൻ പാടില്ല, ചെറിയതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഞാൻ അരിഞ്ഞു വെച്ച് ഇനി നമുക്കത് കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇടാം. നല്ലോണം കഴുകിയെടുക്കാം. എന്നിട്ട് ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. വെള്ളം തിളക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ചൂട് നമുക്ക് പാത്രത്തിലോട്ട് ആക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നമുക്ക് കടലമാവ് അരിച്ചെടുക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനാണെങ്കിൽ ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വരണ്ടി മുളക് പൊടി ഇടാം. മുളക് പൊടി വേണം, ഒരിച്ചിരി കൂടി ഇടാം, എരി നല്ലതാണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മസാലപ്പൊടി, ഗരം മസാല പൊടിച്ചതെല്ലാം കൂടി ഇട്ട് കേട്ടോ. അതിന് ശേഷം ഇച്ചിരി ഉപ്പ് വേണം, ഉപ്പിട്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയും പച്ചവളമല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നല്ലോണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് കലക്കാം. ഇങ്ങനെ കലക്കി ഇത്രയും കട്ടിക്ക് കലക്കാം കേട്ടോ. എല്ലാം കരണ്ടി വെച്ചാൽ നല്ലോണം ഉടയും, അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്താലും മതി. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇതിൽ കുറേശ്ശെ പറക്കിയിടാം. കരണ്ടി വെച്ചൊന്ന് ഓരോന്ന് ഇളക്കാം, എന്നിട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കരണ്ടി വെച്ചും കോരിയിടാം. കരണ്ടി വെച്ചും കോരിയിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് എളുപ്പം ഇടുക. വരുന്നുണ്ട്, പൊരിഞ്ഞ് വരട്ടെ. കിടന്ന് ഗായ്സ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഇങ്ങോട്ട് പോകട്ടെ. അണക്കിട്ട് ഹായ് ഗായ്സ്, ഇത് കണ്ടാ അടിപൊളി ഉണ്ടാക്കിയതാണ്. എല്ലാവരും കഴിക്കാൻ വരി. ചിക്കൻ പീസ് പോലെ ഇരിക്കുകയാണ്, അടിപൊളി. എല്ലാവരും വരണം കേട്ടോ, വരിയും കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം.